കോഴിക്കോട് ദേശീയ ഗീതത്തെ അപമാനിച്ച സംഭവത്തിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ ബി.ജെ.പി. കൗൺസിലർമാർ പരാതി നൽകി. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, നേരത്തെ തത്സമയം വന്ന ബി.ജെ.പിയുടെ കൗൺസിലർമാർ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. പരാതി ഉറപ്പായും നൽകുമെന്ന്. അതായത് നിയമവഴിയിൽ തന്നെയാണ് ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും കൗൺസിലർമാർ, അല്ലേ? തീർച്ചയായും. അതായത് കൃഷ്ണരാജ്, ഈ ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ എത്തി നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ ആലപിക്കുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഗീതത്തെ അപമാനിച്ചുകൊണ്ട് കോഴിക്കോട് മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും CPM കൗൺസിലറും അങ്ങനെ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്ക് മേൽ കൃത്യമായ നടപടി എടുക്കണം എന്നുകൂടിയുള്ളൊരു ആവശ്യം ബി.ജെ.പി. കൗൺസിലർമാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കുമെന്ന് നേരത്തെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിട്ടുള്ള O. സദാശിവത്തോടും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറോടും വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ചടങ്ങ് നടക്കുന്നതിനിടെ ഈ വന്ദേ മാതരം ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് നിന്ന് ഡെപ്യൂട്ടി മേയറുടെയും അതുപോലെ CPM കൗൺസിലറുടെയും നേതൃത്വത്തിൽ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് ഈ വന്ദേ മാതരത്തെയും ദേശീയ ഗാനത്തെയും ഒരേപോലെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഈ കോഴിക്കോട് കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും കടന്നിരിക്കുന്നത് എന്നാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്, പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശരി. ഈ LDFന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? അതായത് ഒരു ന്യായീകരണം വരേണ്ട സമയമായല്ലോ അനഘ. തീർച്ചയായും. അതായത് കൃഷ്ണജി, ഈ സംഭവം നടന്നതാണ്. ഇത് നമ്മൾ ഈ ക്യാമറയിലൂടെ ആ സംഭവം മുഴുവൻ ലോകം കണ്ടതുമാണ്. പക്ഷേ ഈ CPM കൗൺസിലർമാരും അതുപോലെ ഡെപ്യൂട്ടി മേയറും ഒക്കെ പറയുന്നത് ഈ ബി.ജെ.പി. കൗൺസിലർമാർ ഇത്തരത്തിൽ വന്ദേ മാതരം ആലപിക്കണം എന്നുള്ളൊരു കാര്യം തങ്ങളോട് ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ജനഗണമന, അതായത് ദേശീയ ഗാനം പാടുമ്പോൾ അതിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ CPM കൗൺസിലർമാരുടെയും UDF കൗൺസിലർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കാൻ അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി നടന്ന സംഭവം എന്താണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. വന്ദേ മാതരം പാടുമ്പോൾ അത് തടസ്സപ്പെടുത്തിയാണ് ദേശീയഗാനം ആലപിച്ചത്. പക്ഷേ മറുഭാഗം CPM അടക്കം പറയുന്നത് ഇത്തരത്തിൽ അത് നേരെ ഈ ദേശീയഗാനം ആലപിക്കുമ്പോൾ വന്ദേ മാതരം പാടിക്കൊണ്ട് അത് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൃഷ്ണരാജ്, ശരി.